തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത BRSൽ നിന്ന് രാജിവെച്ചു. MLC സ്ഥാനവും രാജിവെച്ചു. കഴിഞ്ഞ ദിവസം കവിതയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഹീസ്, കെ കവിത അവരുടെ രാഷ്ട്രീയ നീക്കത്തെ പറ്റി എന്തെങ്കിലും സൂചന അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നൽകിയിട്ടുണ്ടോ? വിജയകുമാർ, പ്രധാനമായിട്ടും താൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെന്നും ഒപ്പം തന്നെ ആരൊക്കെയാണ് പാർട്ടിയുടെ ശത്രുക്കളെന്നും കാട്ടാനായിരുന്നു കെ കവിത ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തിയത്. ആ സമ്മേളനത്തിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ BRSൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് കവിത പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ ഇത്തരത്തിൽ താൻ MLC പദവി കൂടി ഒഴിയുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി നടത്തി. അതിന് പിന്നാലെ താൻ എന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അറിയിക്കണം, അല്ലെങ്കിൽ വിശദീകരിക്കണം എന്നുകൂടി അവർ പറഞ്ഞു. പ്രധാനമായിട്ടും പിന്നോക്ക മണ്ഡലങ്ങളൊക്കെയും കേന്ദ്രീകരിച്ചുകൊണ്ട് താൻ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടിയാണ്. അത് താൻ പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ, അത്തരത്തിലൊരു ചർച്ചയുണ്ടാക്കാനായി ചില മുതിർന്ന നേതാക്കൾ ശ്രമിച്ചു. പ്രത്യേകിച്ചും ഈ ഹരീഷ് റാവുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു കെ കവിതയുടെ വാർത്താ സമ്മേളനം ഉടനീളം. ഹരീഷ് റാവു എപ്പോഴും ഒരു ട്രബിൾ ഷൂട്ടറായിട്ട് അവതരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹം ഡബിൾ ഷൂട്ടറാണ്. അദ്ദേഹം പലരുമായും കൈകോർത്തുകൊണ്ട്, പലപ്പോഴും BJPയുമായും കോൺഗ്രസുമായും ഒക്കെ കൈകോർത്തുകൊണ്ട് പാർട്ടിയെ തകർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇന്ന് താനാണ് ലക്ഷ്യമെങ്കിൽ നാളെ KCRഉം KTRഉം ഒക്കെയാകും ഹരീഷ് റാവുവിൻ്റെ ലക്ഷ്യം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, സഹോദരൻ KTRനെതിരെയും രൂക്ഷ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത്. താൻ 100 ദിവസം മുൻപ് നൽകിയ ഒരു പരാതി, അതായത് നേരത്തെ പിതാവിന് അയച്ച ഒരു കത്ത്, അത് ലീക്കായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകി. 100 ദിവസമായിട്ടും അതിനെക്കുറിച്ച് തന്നോട് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പാർട്ടി പ്രവർത്തകയ്ക്ക് നീതി ലഭിക്കുക, സാധാരണ പ്രവർത്തകയ്ക്ക് നീതി ലഭിക്കുക എന്നതടക്കം സംസാരിച്ചു. ഈ പുതിയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊക്കെ അവർ ആദ്യഘട്ടത്തിൽ മൗനമാണ് പാലിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു സംഘടനയുമായി അല്ലെങ്കിൽ ഒരു പാർട്ടിയുമായി മുന്നോട്ട് വരാൻ തന്നെയാണ് സാധ്യത. വിജയകുമാർ, കുടുംബത്തിലെ അന്തഛിദ്രങ്ങളെ തുടർന്നാണ് കെ കവിത പാർട്ടി വിടുന്നത്, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്. അവരെ സസ്പെൻഡ് ചെയ്തതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ കവിതയുടെ അടുത്ത നീക്കങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ പാർട്ടിയുമായി രംഗത്ത് വരും എന്ന സൂചന ശക്തമാണ്. ചോദ്യങ്ങളിൽ അത് ഉയർന്നു വന്നെങ്കിലും അത് നിഷേധിച്ചിട്ടില്ല എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.